വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം നൽകും. അതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുന്നവനെ ഏറ്റവും അടുത്തുള്ളവനാണ് അള്ളാഹു, വിളിക്കുന്നവനെ ഏറ്റവും അടുത്തുള്ളവനാണ് അള്ളാഹു. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു മുസ്ലിമിൻ്റെ വിശ്വാസം എത്ര സുന്ദരമായ മനോഹരമായ വിശ്വാസം. തൻ്റെ ദൈവത്തെ അവൻ വിളിക്കുമ്പോൾ, റബ്ബിനെ വിളിക്കുമ്പോൾ ആ വിളി കേൾക്കാൻ ഏറ്റവും അടുത്തവൻ അള്ളാഹു ആണെന്ന്. ഏറ്റവും അടുത്തവൻ അള്ളാഹുവാണ്. എത്രത്തോളം ഹദീസുകൾ ഇത് കാണാൻ കഴിയും. നമ്മുടെ കണ്ടനാടിയേക്കാൾ അടുത്തവനാണ്, നമ്മുടെ കഴുത്തിനേക്കാൾ അടുത്തവൻ എന്നാണ് ഹദീസിലുള്ളത്. കഴുത്തിനേക്കാൾ അടുത്തവൻ. എന്നാൽ നമ്മുടെ കണ്ടനാടിയേക്കാൾ അടുത്തവൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു. അവന്റെ നഫ്സിൽ അവൻ മന്ത്രിക്കുന്നത് പോലും അല്ലാഹ് അറിയുന്നുണ്ടെന്നാണ്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. അവന്റെ കണ്ടനാടിയേക്കാൾ അവനിലേക്ക് ഞാൻ അടുത്തവനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ മന്ത്രിക്കുന്നത് പോലും അള്ളാഹുലേക്കൊരു പ്രാർത്ഥനയാണെങ്കിൽ അതിനുള്ള ഉത്തരം തരും. നമ്മൾ നാവുകൊണ്ട് പറഞ്ഞിട്ടില്ല, മനസ്സുകൊണ്ട് മന്ത്രിച്ചു, അതിന് ഉത്തരം നൽകാൻ കഴിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ ചിലപ്പോൾ പറയും, ഞാൻ ഇപ്പം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതേ ഉള്ളൂ, അപ്പോഴേക്കും അത് കിട്ടിയെന്ന് പറയും. മനസ്സിൽ നിന്ന് നമ്മുടെ റബ്ബിനോടുള്ളൊരു തേട്ടാണത്. ആ തേട്ടത്തിന് അള്ളാഹു ഉത്തരം നൽകും. അപ്പോൾ വിളിക്കുന്നവന് വിളിച്ചാൽ അങ്ങ് ദൂരെയുള്ളവനല്ല റബ്ബ്, തൊട്ടടുത്തുള്ളവനാണ്. നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാരായ ആളുകൾ അള്ളാഹിനെ പരിചയപ്പെടുത്തണം എങ്ങനെയിരിക്കും എന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ അള്ളാഹുലേക്ക് എത്തണമെങ്കിൽ നമുക്ക് കുറേ ആളുകളുടെ റെക്കമെൻഡേഷൻ ആവശ്യമാണ്. ഇതാണ് മക്കയിലെ മുശ്രിക്കുകളും പറഞ്ഞത്. മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞത്, ഞങ്ങൾ അവരെ വിളിക്കുന്നത് ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അവരിലേക്ക് അടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവരിലൂടെ പോണതെന്നാണ് പറഞ്ഞത്. മറ്റൊരിടത്ത് അല്ലാഹ് പറഞ്ഞത്, അവർ പറയും ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല, ശുഫാഉന ഇൻദല്ലാഹ്, അവർ ഞങ്ങൾക്ക് അള്ളാഹിൻ്റെ അടുക്കലുള്ള ശുപാർശകന്മാരാണെന്നാണ്. അപ്പോൾ അള്ളാഹുലേക്ക് അടുക്കാൻ ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം ഒരു വിളി മതി, ഒരു ചോദ്യം മതി, അള്ളാഹ്ക്ക് ഉത്തരം ചെയ്യാൻ കഴിയും. എന്നാൽ ഇന്ന് ഖബറിൻ്റെ അടുക്കൽ പോകണം, മക്ബറുടെ അടുക്കൽ പോകണം, ഔലിയാക്കന്മാരുടെ അടുക്കൽ പോകണം, തങ്ങന്മാരുടെ അടുക്കൽ പോകണം, അങ്ങനെയൊക്കെ അള്ളാഹുലേക്ക് എത്താൻ ശ്രമിക്കുന്നവരോടാണ് അള്ളാഹ് പറയുന്നത്, വഇദാ സഅലക ഇബാദി, എൻ്റെ അടിയാന്മാരെ അള്ളാഹിനെ പറ്റി ചോദിക്കാൻ, എന്നെപ്പറ്റി ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഞാനങ്ങ് ദൂരെയാണെന്നല്ല പറയേണ്ടത്. ഫഇന്നി ഖരീബ്, ഞാൻ ഏറ്റവും അടുത്തവനാണ്. മഹാനായ സാലിഹ് നബി തൻ്റെ സമൂഹത്തോട് പറയുന്ന ഒരു വാചകമുണ്ട്. സൂറത്തുൽ ഹൂദ് എന്നെടുക്കുക. സൂറത്തുൽ ഹൂദ് 11-ാമത്തെ അധ്യായം. സൂറത്തുൽ ഹൂദ് 61. വഇലാ സമൂദ അഖാഹും സാലിഹ, സമൂദ് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരൻ സാലിഹിനെ അയച്ചു. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗം, ഓ എൻ്റെ സമൂഹമേ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാത്തൊരു ഇലാഹ് നിങ്ങൾക്കില്ല. ഹുവ അൻശഅക്കും മിനൽ അർള്, അവനാണ് നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കിയവൻ. വസ്തഅമറക്കും ഫീഹാ, എന്നിട്ട് ആ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അധിവസിക്കാനുള്ള അവസരം അല്ലെങ്കിൽ അധിവസിക്കാനുള്ള സൗകര്യം അല്ലാഹു ഒരുക്കി തന്നു. പിന്നീട് അല്ലാഹ് പറയണം, ഫസ്തഗ്ഫിറൂ, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടണം. സുമ്മ തൂബു ഇലൈഹി, പിന്നെ നിങ്ങൾ അവനോട് പശ്ചാത്തപിച്ച് മടങ്ങണം. ഇന്ന റബ്ബി ഖരീബും മുജീബ്, എൻ്റെ റബ്ബ് ഏറ്റവും അടുത്തവനും ഉത്തരം നൽകുന്നവനുമാണ്. അപ്പം പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകാൻ ഏറ്റവും അടുത്തുള്ളവനാണ് അള്ളാഹു. ഇതാണ് ഒരു വിശദീകരണം. പക്ഷെ ഇവിടെ ഇസ്തിഗ്ഫാറും തൗബയും പറഞ്ഞിരിക്കണോണ്ട് പണ്ഡിതന്മാർ വേറെ രൂപത്തിൽ കൂടി വ്യാഖ്യാനിച്ചു. ഒരാൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ പെട്ടെന്ന് പുറത്തു തരാൻ ഏറ്റവും അടുത്തവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒരാൾ തൗബ ചെയ്താൽ പെട്ടെന്ന് അല്ലാഹുവിന്റെ തൗബ സ്വീകരിക്കും. ഇസ്തിഗ്ഫാറും തൗബയും പ്രാർത്ഥനയും ഒരാൾ അല്ലാഹുവിനോട് ചെയ്താൽ അങ്ങേറ്റം അടുത്തവനാണ് അല്ലാഹു. അപ്പൊ തെറ്റ് ചെയ്തു പോയാൽ തൊട്ടടുത്ത നിമിഷം തൗബ ചെയ്യണമെന്നാണ്, ഇസ്തിഗ്ഫാർ നടത്തണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. തൊട്ടടുത്ത സമയം. കാരണം അല്ലാഹു തൊട്ടടുത്താണുള്ളത്. അല്ലാഹുവിന് നമ്മളോട് പെട്ടെന്ന് ഉത്തരം ചെയ്യാൻ കഴിയും. ഇസ്തിഗ്ഫാർ നടത്തിയാൽ പെട്ടെന്ന് നമുക്ക് പാപമോചനം നൽകുന്നവൻ, തൗബ ചെയ്താൽ തൗബ പെട്ടെന്ന് സ്വീകരിക്കുന്നവൻ, പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം നൽകുന്നവൻ. ആലോചിച്ച് നോക്ക്, ഇങ്ങനെ ഏത് ഇലാഹിനെയാണ് ലോകത്ത് പരിചയപ്പെടുത്താൻ കഴിയുക? അല്ലാഹുവിനെ അല്ലാതെ. ഇനി നോക്കൂ, മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നഹു സമീഉൻ ഖരീബ്. മറ്റൊരിടത്ത് അല്ലാഹു ഇതേപോലൊരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും സമീപസ്ഥനുമാണ്, അടുത്തുള്ളവനാണ്. അപ്പോൾ അല്ലാഹു ഖരീബാണ്. റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ ഇനി പ്രാർത്ഥിക്കണം? മുജീബായ റബ്ബേ, ഖരീബായ റബ്ബേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണേ. അള്ളാഹുവിൻ്റെ അടുപ്പം കിട്ടാൻ വേണ്ടി ഖരീബ് എന്ന വാക്ക് ഉപയോഗിച്ച് നമ്മൾ ദുആ ചെയ്യണം.
സാധാരണ ഖരീബ് എന്ന് പറയുന്നത് സംസാരിക്കുമ്പോൾ നമ്മൾ തൊട്ടടുത്ത് എന്ന് പറയാൻ വേണ്ടിയാണ് ഖരീബ് പറയുക. പക്ഷെ ഇനി അള്ളാഹുവിൻ്റെ പേര് ഇതായിക്കൊണ്ടൊന്ന് വിളിക്കണം. യാ ഖരീബ്, യാ മുജീബ് എന്ന് വിളിച്ചുകൊണ്ട് റബ്ബിനോട് തേടണം. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നമുക്ക് തിരിച്ചു വരാം. ഉജീബു എന്ന് പറഞ്ഞാൽ അജാബ യുജീബു ഇജാബത്ത് കിട്ടിയില്ല എന്നൊക്കെ പറയൂലേ, അതിൻ്റെ അർത്ഥം ഉത്തരം കിട്ടിയില്ല എന്നാണ്. അജാബ യുജീബു ഇജാബത്തൻ. അപ്പൊ ഉജീബുവിൻ്റെ അർത്ഥം ഞാൻ ഉത്തരം നൽകും. ഉജീബു എന്ന് പറഞ്ഞാൽ ഞാൻ ഉത്തരം നൽകും. ദഅവത വിളിക്ക്, വിളിക്കുന്നവന്റെ വിളി. ദഅവത്ത് എന്ന് പറയുന്നത് ദഅ എന്നതിൻ്റെ മസ്ദറാണ് ദഅവത്ത്. ദഅ യദ്ഉ, വിളി. ദുആ എന്ന് പറഞ്ഞാലും വിളിയാണ്, ദഅവത്ത് എന്ന് പറഞ്ഞാലും വിളിയാണ്. ദഅവത്തു ഇലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്കുള്ള വിളി. ഇദാ ദഅാൻ, അവൻ എന്നെ വിളിച്ചാൽ. ആ ദഅാനിൻ്റെ അവസാനം നൂനിന് കെസറല്ലേ? നോക്കിക്കേ, ഇദാ ദഅാനി നോക്കിയോ? യെസ്, അവിടെ ശരിക്കും ഇദാ ദഅാനി എന്നാണ്. ദഅാനി, എന്നെ വിളിച്ചാൽ എന്നാണ് ശരിക്കും അവിടെ അർത്ഥം. അത് പാരായണത്തിൻ്റെ എളുപ്പത്തിന് വിശുദ്ധ ഖുർആൻ്റെ ചില സ്ഥലത്ത് യാ കട്ടാവും. അത് ഭാഷാ നിയമം തന്നെയാണ്, അതും ഭാഷാ നിയമം തന്നെയാണ്. ഏതുപോലെ ലക്കും ദീനുക്കും വലിയ ദീനീ എന്നാണ്. അവിടെ പാരായണത്തിൻ്റെ എളുപ്പത്തിന് വലിയ ദീൻ, എൻ്റെ ദീൻ. ഓക്കെ, അപ്പോൾ വിളിക്കുന്നവൻ എന്നെ വിളിച്ചാൽ ഞാൻ അവൻ ഉത്തരം നൽകും. അള്ളാഹു ഉറപ്പ് നൽകുകയാണ്. ഉത്തരം ഉറപ്പായും അള്ളാഹു നൽകുമെന്ന് അള്ളാഹു ഉറപ്പ് നൽകുകയാണ്. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നൽകിയ ചില ഉറപ്പുകളിൽ ഒന്നാണ് ഉജീബു ദഅവത്ത ദാഇ ഇദാ ദഅൻ. വിളിക്കുന്നവൻ എന്നെ വിളിച്ചാൽ ഞാൻ അവൻ ഉത്തരം നൽകും. മറ്റൊരിടത്ത് അല്ലാഹു പറഞ്ഞു വഖാല റബ്ബുക്കും ഉദ്ഉനി, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നെ വിളിക്കൂ. അസ്തജിബു ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. ഇത് അള്ളാഹുവിൻ്റെ വലിയൊരു ഓഫറാണ്. എന്നെ വിളിച്ചവനൊക്കെ ഞാൻ ഉത്തരം നൽകും. ഇനി എന്നെ വിളിക്കുന്നത് ഒരു മുശ്രിക്കാണെങ്കിലോ? ഒരു മുശ്രിക്കായ ഒരാൾ എന്നെ വിളിക്കുകയാണ്, ബഹുദൈവ വിശ്വാസി എന്നെ വിളിക്കുകയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാൽ അള്ളാഹു ഉത്തരം നൽകും. മക്കയിലെ മുശ്രിക്കുകൾ കടലിലൂടെ സഞ്ചരിക്കുകയാണ്. കടലിലൂടെ സഞ്ചരിച്ചപ്പോൾ അവർ കാറ്റുമോളവും വന്നപ്പോൾ അവരാരെ വിളിച്ചു? അള്ളാഹുവിനെ വിളിച്ചു. ദഅവുല്ലാഹ മുഖ്ലിസീൻ, ആത്മാർത്ഥമായി അള്ളാഹിനെ വിളിച്ചു എന്നാണ്. അപ്പൊ അള്ളാഹു ഉത്തരം കൊടുത്തു. ഫനജ്ജാഹും ഇലൽ ബർ, കരയിലേക്ക് അവർ അടുപ്പിച്ചു കൊടുത്തു എന്നാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മുസ്ലിമേ, മുഅ്മിനേ, മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് വിളിച്ചപ്പോൾ അള്ളാഹു ഉത്തരം നൽകിയിട്ടുണ്ടെങ്കിൽ തൗഹീദുള്ള മുവഹിദേ, തൗഹീദുള്ള മുസ്ലിമേ, നിങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകാതിരിക്കുമോ? അല്ലാത്തൊരു ചോദ്യമാണ്. അപ്പൊ ബഹുദൈവ വിശ്വാസി അള്ളാഹിനെ മാത്രം ഏകനാക്കി ആ സമയത്ത് വിളിക്കുകയാണെങ്കിൽ അള്ളാഹു ഉത്തരം കൊടുക്കും, അള്ളാഹു ഉദ്ദേശിച്ചാൽ. എന്നാൽ വിശ്വാസി അള്ളാഹുവിനെ വിളിച്ചാൽ ഉറപ്പായും ഉത്തരമുണ്ട്, ഉറപ്പായും ഉത്തരമുണ്ട്, സംശയമില്ല എന്ന്. അത് ഏത് രൂപത്തിലാണ്? നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുകയാണ്. ആ വിളിക്കുന്നത് മാമിൻ മുസ്ലിമിൻ യദ്ഉല്ലാഹ അസ്സ വജല്ല ബിദഅവത്തിൻ ലൈസ ഫീഹാ ഇസ്മുൻ വലാ ഖതിഅതു റഹിമിൻ, ഒരു പാപമോ കുടുംബബന്ധം മുറിക്കുന്നതിനോ അല്ലാതെ ഒരു മുസ്ലിം അള്ളാഹുവിനെ വിളിച്ചാൽ ഇല്ലാ അഅതാഹുല്ലാഹു ബിഹാ ഇഹ്ദാ സലാസി ഖിസാൽ, 3 രൂപത്തിൽ അള്ളാഹു ഉത്തരം നൽകും. 3 രൂപത്തിൽ. ഒന്ന്, ഇമ്മാ യുഅജ്ജില ലഹു ദഅവതഹു, ചോദ്യത്തിന് അപ്പം തന്നെ ഉത്തരം കൊടുക്കും, സ്പീഡിൽ ഉത്തരം കൊടുക്കും. വ ഇമ്മാ യുദ്ദഖിറഹാ ലഹു ഫിൽ ആഖിറ, ചോദിച്ചത് ഈ ദുനിയാവിൽ കിട്ടുന്നത് നല്ലതല്ല എന്നാണെങ്കിൽ അള്ളാഹു അതിൻ്റെ പ്രതിഫലം പരലോകത്തേക്ക് മാറ്റിവെക്കും. ഇവിടെ വെച്ച് ചോദിച്ചതാണ്, പക്ഷെ ഇവിടെ വെച്ച് അവനത് കൊടുത്താൽ പ്രശ്നമാകുമെന്ന് ആർക്കറിയാം? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. ഇവിടെ അത് കിട്ടിയതുകൊണ്ട് അവന് ഗുണമില്ലാതിരിക്കാം, അതും അള്ളാഹുവിന് അറിയാം. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനത് പരലോകത്തിലേക്ക് മാറ്റിവെക്കുന്നതാണ്. ചിലപ്പോൾ നമ്മൾ കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, പ്രാർത്ഥിച്ച കാര്യം നമുക്ക് കിട്ടാതെ വന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് ആ ചോദിച്ച കാര്യം ഇവിടെ റബ്ബ് ഇതുവരെ തന്നിട്ടില്ലെങ്കിൽ അത് പരലോകത്തേക്ക് അള്ളാഹു മാറ്റി വെച്ചിട്ടുണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി അതല്ല, മൂന്നാമത്തൊരു മാർഗമുണ്ട്. ആ ചോദിച്ചു
ചോദിച്ചത് കൊടുക്കുന്നതിന് പകരം ആ ചോദ്യത്തിന് പകരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ അപകടത്തെ തൊട്ട് ആ ചോദ്യം കാരണം അള്ളാഹുവിനെ രക്ഷപ്പെടുത്തും. ആ ചോദ്യം കൊണ്ടൊരു അപകടത്തെ തടുക്കും. ഈ 3 രൂപത്തിൽ അള്ളാഹു ഒരു വിശ്വാസിക്ക് ഉത്തരം നൽകുമെന്നാണ്. ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, ചില ആളുകൾ ചോദിക്കും ഇൻ ഖാല ഖാഇൽ, ചില ആളുകൾ പറഞ്ഞാൽ ഹാദിഹിൽ ആയത്തു തദുല്ലു അല അന്നല്ലാഹ തആല യുജീബു അദ്ഇയത ദാഇൻ, വിളിക്കുന്നവരൊക്കെ വിളിച്ചാൽ ഉത്തരം നൽകുമെന്നാണല്ലോ ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. അപ്പോൾ വതറ കസീറൻ മിനദ് ദാഇൻ, എത്രയോ ആളുകൾ അള്ളാഹനെ വിളിക്കുന്നുണ്ട്, ലാ യുസ്തജാബു ലഹും, അവർക്കത് ഉത്തരം നൽകുന്നതായിട്ട് കാണുന്നില്ല. സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്. ഇതിങ്ങനെ ഒരാൾ ചോദിച്ചാൽ അതിനെ എങ്ങനെ മറുപടി കൊടുക്കണം? ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരാമല്ലോ. ആ ചോദ്യം ചോദിച്ചിട്ട് അതിന് മറുപടി കൊടുക്കുകയാണ്. ഫൽ ജവാബ്, ഒന്നാമത്തെ ഉത്തരം ഈ ഹദീസാണ്. ഈ ഹദീസിലെ 3 രൂപത്തിൽ ഏതെങ്കിലും രൂപത്തിൽ അള്ളാഹു അവനെ ഉത്തരം കൊടുക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അവനത് പരലോകത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവനൊരു അപകടത്തെ അള്ളാഹു തടുക്കും. ഇനി അടുത്ത ഉത്തരം വജവാബുൻ ആഖർ, മറ്റൊരു ഉത്തരമുണ്ട്. വഹുവ അന്ന ദുആ തഫ്തഖിറു ഇജാബത്തുഹു ഇലാ ശുറൂത്തി അസ്ലുഹാ അത്വാഅത്തുല്ലാഹ്. ഉത്തരം കിട്ടാൻ ചില ഷർത്തുണ്ട്. വിശ്വാസി അള്ളാഹനെ വിളിക്കുമ്പോൾ ഉത്തരം കിട്ടാൻ ചില ഷർത്തൊക്കെ ഉണ്ട്. ആ ഷർത്തിൽ ഒന്നാമത്തെ ഷർത്ത് ത്വാഅത്തുല്ലാഹ്, അള്ളാഹനെ അനുസരിക്കലാണ്. അള്ളാഹനെ ധിക്കരിച്ചിട്ട് വിളിച്ചാൽ ഉത്തരം ചിലപ്പോൾ കിട്ടൂല. എന്നിട്ട് അതിൽ പറഞ്ഞു വമിൻഹ, അതിൽപ്പെട്ടതാണ് അക്ലുൽ ഹലാൽ, ഹലാൽ കഴിക്കുകയും ഫഇൻ അക്ലൽ ഹറാം, ഹറാം കഴിക്കുകയാണെങ്കിൽ യംനഉ ഇജാബത്ത ദുആ, ദുആക്ക് ഉത്തരം തടയപ്പെടും. ഹറാം കഴിച്ചുകൊണ്ട് വിളിക്കുകയാണെങ്കിൽ ഉത്തരം കിട്ടൂല. ഹലാൽ കഴിച്ചുകൊണ്ടാണ് വിളിക്കണമെങ്കിൽ അവന് ഉത്തരം കിട്ടും. വമിൻഹ ഹുദൂറുൽ ഖൽബ്, പിന്നെ അദ്ദേഹം പറയുന്നു ഖൽബിന്റെ മനസ്സാന്നിധ്യം ഉണ്ടാകണം. അതായത് വെറുതെ അശ്രദ്ധനായി വിളിക്കാൻ പാടില്ല. ചില ആളുകളുണ്ടല്ലോ പ്രാർത്ഥിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ നാവ് കൊണ്ട് ചലിപ്പിക്കുന്നുണ്ടാവും, പക്ഷെ കൽബിൽ നിന്ന് അവന് വരുന്നുണ്ടാവില്ല. അപ്പൊ കൽബ് കൊണ്ട് റബ്ബിനോട് ചോദിക്കണം, കൽബ് കൊണ്ട് ചോദിക്കാം. ചിലപ്പോൾ നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും കൽബ് കൊണ്ടുള്ള തേട്ടത്തിന് പെട്ടെന്ന് ഉത്തരം കിട്ടും. എന്നാൽ കൽബില്ലാതെ ഒരാൾ നാവ് കൊണ്ട് വെറുതെ പറഞ്ഞാലോ അത് അശ്രദ്ധന്റെ ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും യഖ്ബലുല്ലാഹു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാ യഖ്ബലുല്ലാഹു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ. അശ്രദ്ധനായ അലംഭാവം കാണിച്ചുകൊണ്ടുള്ള കൽബിൽ നിന്നൊരു വിളി വിളിച്ചാൽ അള്ളാഹു അത് സ്വീകരിക്കൂല. അപ്പൊ അശ്രദ്ധനായി പ്രാർത്ഥിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ ഉറക്കം തൂങ്ങി നിൽക്കുന്ന സമയത്തൊന്നും പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ മാറിപ്പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉറക്കം വരുമ്പോൾ ഖുർആൻ ഓതുമ്പോഴേ ഖുർആൻ വേറെ എന്തൊക്കെയായിരിക്കും ഓതുക. അതേപോലെ തന്നെ ഉറക്കം വന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കെതിരായി പോവും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാതെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിയാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കരുത്. കാരണം ചിലപ്പോൾ നമ്മൾ ഉറക്കത്തിൻ്റെ ഇടയിലാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ ഉറക്കം തൂങ്ങിയാണ് പ്രാർത്ഥിക്കുന്നത്. അവസാനം നമ്മളറിയാതെ നമ്മുടെ നാവ് നമുക്കെതിരെ പ്രാർത്ഥിക്കും. അതുകൊണ്ട് നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അദ്ദേഹം പറയുന്നത് വജവാബുൻ ആഖർ, മറ്റൊരു ഉത്തരം കൂടിയുണ്ട്. വഹുവ അന്ന ദാഇ, വിളിക്കുന്നവൻ ഖദ് യഅ്തഖിദുൽ മസ്ലഹത ഫീ ഇജാബതിഹി ഇലാ മസ്അൽ, വിളിക്കുന്നവൻ ഉദ്ദേശിക്കുന്നത് അവൻ്റെ ചോദ്യത്തിന് പെട്ടെന്ന് ചോദിക്കണ കാര്യം പെട്ടെന്ന് ശരിയായി കിട്ടണമെന്നാണ്. പക്ഷെ വഖദ് ലാ തകൂനുൽ മസ്ലഹതു ഫീ ദാലിക് ഫയുജാബു ഇലാ മഖ്സൂദിഹിൽ അസ്ലി, അതായത് വിളിക്കുന്നവൻ ഞാൻ ചോദിച്ച കാര്യം പെട്ടെന്ന് കിട്ടണമെന്ന് ഉദ്ദേശിക്കുന്നു. അള്ളാഹു ആകട്ടെ അത് അവന് കിട്ടണ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് അള്ളാഹുവിനറിയാം. അതുകൊണ്ട് അവൻ ഉദ്ദേശിച്ച കാര്യമല്ല അള്ളാഹ് കൊടുക്കുക. അതിന് പകരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു കാര്യം കൊടുത്തേക്കാം. അതല്ലെങ്കിൽ വേറൊരു കാര്യം അള്ളാഹു തടഞ്ഞു നിർത്തിയേക്കാം, ഒരു അപകടം അള്ളാഹു തടഞ്ഞു നിർത്തിയേക്കാം. അപ്പം നമ്മൾ ചോദിക്കുന്ന കാര്യം നമ്മളെക്കാൾ നന്നായിട്ട് ആർക്കറിയാം? അള്ളാഹുവിനറിയാം. അതവന് കിട്ടിയാൽ ഗുണമാണോ ദോഷമാണോ? പെട്ടെന്ന് ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം, നമ്മൾ വലിയ ആളുകൾ ഉപയോഗിക്കുന്ന സാധനമാണ്. അത് നമ്മുടെ മക്കൾ ചോദിച്ചാൽ കൊടുക്കും നമ്മൾ. ഉമ്മ കത്തി കൊണ്ട് അടുക്കളയിൽ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കത്തി. ഉമ്മ എന്നും കത്തി ഉപയോഗിച്ച് അരിയണ കണ്ട മോന് ചെറിയ കുട്ടിക്ക് വന്നാൽ എനിക്കൊരു കത്തി കിട്ടണം. മോള് വിചാരിക്കുക എനിക്കൊരു കത്തി കിട്ടിയിരുന്നെങ്കിൽ. മോള് കരഞ്ഞുമ്മാനോട് പറയുന്നുണ്ട്, കുട്ടി കരഞ്ഞ് പറയുന്നുണ്ട് കത്തി തരാൻ. ഉപ്പ കൊടുക്കോ ഉമ്മ കൊടുക്കോ? കൊടുക്കൂല. കത്തി കൊടുത്താൽ അവൻ്റെ കൈമുറിയാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ ആ കുട്ടിയെക്കാളും അറിവുള്ള ആളാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ ആ കുട്ടിക്ക് അത് കൊടുക്കൂല. അതിന് പകരം നമ്മൾ ചിലപ്പോൾ ഒരു ടോയ്സ് കൊടുക്കും. അതിന് പകരം ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്വീറ്റ്സ് കൊടുക്കും, എന്തെങ്കിലും പലഹാരങ്ങൾ കൊടുക്കും, ഫ്രൂട്ട്സ് കൊടുക്കും അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തെ പറ്റിയും അറിവുള്ളവനാണ്. നമ്മുടെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും
അല്ലേ? അതൊക്കെ അറിയും റബ്ബ്. നമുക്ക് നമ്മുടെ കുട്ടിയുടെ ഭാവി അറിയില്ല, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മളാകുന്ന അടിമകളുടെ ഭാവി അറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഭാവി കൂടി മനസ്സിലാക്കി ഭാവിക്കും കൂടി ഉതകുന്ന രൂപത്തിലാണ് ഉത്തരം ചെയ്യുക. അപ്പം നമ്മൾ ചോദിച്ചിട്ട് കിട്ടിയില്ല എന്ന് പരാതി പറയണ്ട. അങ്ങനെ പരാതി പറഞ്ഞ ഉത്തരം കിട്ടൂല. അതാണ് ഈ അടുത്ത സംഗതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ അവൻ ധൃതിയില്ലാതെ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും, ധൃതി കാണിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല. സ്വഹാബികൾക്ക് മനസ്സിലായില്ല എന്താണ് ഈ ധൃതി എന്നുള്ളത്, സ്വഹാബികൾക്ക് മനസ്സിലായില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. യുസ്തജാബു ലി അഹദിക്കും മാ ലം യഅജൽ, ഒരാൾ ധൃതി കാണിക്കാത്തിടത്തോളം കാലം അവന് ഉത്തരം കിട്ടും. യഖൂലു, സഹാബത്ത് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നബിയെ കൈഫൽ ഇസ്തിഅജാൽ, ഈ ധൃതി കാണിക്കുന്നത് എങ്ങനെയാണ്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ദഅഉതു, ഞാൻ പ്രാർത്ഥിച്ചു, ഫലം യുസ്തജിബ് ലി, എനിക്ക് ഉത്തരം കിട്ടിയില്ല. ഞാൻ റബ്ബിനോട് ചോദിച്ചു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. അത് എത്രയോ ആളുകൾ പറയാറുണ്ട്, കുറേ നാളായിട്ട് ഞാൻ റബ്ബിനോട് ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ്, ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. നമ്മൾ ചോദിക്കണം, നമ്മൾ ആ ചോദിച്ച സാധനം അപ്പം തന്നെ കിട്ടുമെന്നുള്ളതാണ്. അപ്പം ചോദിച്ചു, പക്ഷേ എനിക്ക് ഉത്തരം കിട്ടിയില്ല. ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ അവൻ പ്രാർത്ഥനയിൽ ധൃതി കാണിച്ചു എന്നാണ്. പറയാൻ പാടില്ല. എത്രയോ ആളുകൾ പറയാറുണ്ട്, ഞാൻ റബ്ബിനോട് കുറേ ചോദിച്ച് പക്ഷെ കിട്ടിയില്ല. പറയാൻ പാടില്ല. അത് ഇസ്തിഅജാലാണ്, പ്രാർത്ഥനയിൽ ധൃതി കാണിക്കലാണ്. അങ്ങനെ പ്രാർത്ഥനയിൽ ധൃതി കാണിച്ചാൽ അള്ളാഹു ഉത്തരം നൽകൂല. മറ്റൊരു ഹദീസിൽ കാണാം, യഖൂലു ദഅഉതു, ഞാൻ കുറേ പ്രാർത്ഥിച്ചു, ഫലമറ യുസ്തജാബുലി, പക്ഷെ എനിക്ക് ഒന്നും ഉത്തരം കാണാൻ കഴിഞ്ഞില്ല. ഫയസ്തഹ്സിറു ഇൻദ ദാലിക്, അങ്ങനെ അവൻ നിരാശനായിക്കൊണ്ട് വയത്റുക്കു ദുആ, അവൻ്റെ ദുആ അങ്ങ് ഉപേക്ഷിക്കും. അല്ലേ? എത്രയോ ആളുകൾ മക്കളെ കിട്ടാൻ വേണ്ടി വർഷങ്ങൾ പ്രാർത്ഥിച്ചു, അവസാനം ഇനി കിട്ടുമെന്ന് തോന്നില്ല, അങ്ങനെ പ്രാർത്ഥന അവസാനിപ്പിച്ചവരില്ലേ? എത്രയോ ആളുകൾ ചില കാര്യങ്ങൾ, ഒന്ന് ഹജ്ജ് ചെയ്യാൻ വേണ്ടി എത്രയോ നാൾ പ്രാർത്ഥിച്ചു, ഒന്ന് ഉംറക്ക് പോകാൻ വേണ്ടി, കഅബ കാണാൻ വേണ്ടി എത്രയോ തവണ പ്രാർത്ഥിച്ചു, പരിശ്രമിച്ചു. പക്ഷെ ആ പരിശ്രമം നടക്കാതെ വന്നപ്പോൾ ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിച്ചവർ. അപ്പം പരാതി പറയാറുണ്ട് പലപ്പോഴും, ഞാൻ കുറേ പ്രാർത്ഥിച്ച് കിട്ടിയില്ല. പറയരുത്. ചിലപ്പോൾ അത് ഓൾറെഡി ആ പ്രാർത്ഥിച്ച സ്പോട്ടിൽ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടാവും, ഇത് അള്ളാഹു പരലോകത്തേക്ക് കൊടുക്കുമെന്ന്. അല്ലെങ്കിൽ അവന് വരാനിരിക്കുന്നൊരു വലിയ മുസീബത്ത് തടുത്തിട്ടുണ്ടാവും. ഒന്നാലോചിക്കുക, നമുക്കറിയില്ല. അല്ലാഹു ആലം, അള്ളാഹു ആണ് ഏറ്റവും നന്നായി അറിയുന്നവർ. അപ്പം ധൃതി കാണിക്കാൻ പാടില്ല പ്രാർത്ഥനയിൽ. ധൃതി കാണിക്കാത്തിടത്തോളം അള്ളാഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നാണ്. ഇനി നോക്കൂ, മറ്റൊന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു അതിന് ഉത്തരം നൽകാതെ ഒരാളെ നിരാശയോടെ പറഞ്ഞയക്കുക എന്നുള്ളത് അള്ളാഹുവിന് അങ്ങേയറ്റം ലജ്ജയുള്ളൊരു കാര്യമാണ്. അള്ളാഹുവിന് ലജ്ജയുള്ളൊരു കാര്യമാണ്. 2 കൈകൾ നീട്ടി ഒരാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, എന്നിട്ട് അള്ളാഹുവിൻ്റെ 2 കരങ്ങളെയും ശൂന്യമായി തിരിച്ചയക്കാൻ ഇന്നല്ലാഹ യസ്തഹീ എന്നാണ്. അള്ളാഹു ലജ്ജിക്കുന്നു എന്നാണ്. അള്ളാഹു ലജ്ജിക്കുന്നു. അള്ളാഹു ലജ്ജയുള്ളവനാണ്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽപ്പെട്ട ഒന്നാണ് അള്ളാഹു ലജ്ജയുള്ളവനാണ്. അള്ളാഹുവിൻ്റെ ലജ്ജ എങ്ങനെയാണ്? ഒന്ന്, ഒരാൾ അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിച്ചു, എന്നിട്ട് അള്ളാഹു അത് കൊടുക്കാതെ അവനെ വെറും കൈയോടുകൂടി പറഞ്ഞയച്ചാൽ ഇന്നല്ലാഹ തആല ലയസ്തഹീ, അള്ളാഹു ലജ്ജിക്കും. അയ്യബ്സുതൽ അബ്ദു ഇലൈഹി യദൈഹി, തൻ്റെ 2 കരങ്ങളും അള്ളാഹുവിലേക്ക് നീട്ടി, യസ്അലുഹു ഫീഹിമാ ഖൈറൻ, 2 കൈകൾ നീട്ടിയത് ഖൈർ ചോദിച്ചുകൊണ്ടാണ്. ഫയറുദ്ദുഹുമാ ഖായിബതൈൻ, അത് ഒഴിഞ്ഞ കൈകളായിട്ട് പറഞ്ഞേക്കാൻ, ശൂന്യമായ കൈകളായി പറഞ്ഞേക്കാൻ അള്ളാഹുവിന് ലജ്ജയാണ്. അതിൻ്റെ അർത്ഥം അള്ളാഹു ഉത്തരം ചെയ്യുമെന്ന്. ഇപ്പം 2 കൈകൾ അള്ളാഹുലേക്ക് നീട്ടിയ ഒരു മനുഷ്യൻ്റെ കൈകൾ വെറുതെ അള്ളാഹു പറഞ്ഞേക്കൂല. എന്നാലോചിച്ച്, അള്ളാഹു ഇത്രയേറെ ഓഫർ നൽകിയ ഏത് ഇബാദത്ത് വേറെ ഉണ്ട്? ചോദിക്കാനാണ് പറയണത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാൻ അവസാനിപ്പിച്ചത് ഖുൽ മാ യഅ്ബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് എന്തു പരിഗണന നൽകാനാണ്? അള്ളാഹു ഈ ആയത്ത് അവസാനിപ്പിക്കേണ്ട തൊട്ട് മുമ്പുള്ള ആയത്ത് ഏതാണെന്നറിയോ? യഖൂലൂൻ അല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ആലോചിച്ച്, നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹ് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹ് എന്ത് പരിഗണന നൽകും? കുടുംബത്തിൽ പ്രശ്നമായിട്ട് വന്ന മനുഷ്യന്മാരോട് ഞാൻ പൊതുവെ പറയാറുള്ളതാണ്, ഈ ആയത്തെടുത്ത് നോക്കും. ഞാൻ, നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. കുറേ ആളുകൾ വരും, കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ ഞാൻ ചോദിക്കും, ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ?
പ്രാർത്ഥിച്ചിട്ടില്ല. എന്നാൽ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹ് നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകും? ഒരു പരിഗണന നൽകൂല. നിങ്ങളുടെ ഭാര്യയിൽ നിങ്ങൾക്ക് കൺകുളിർമ ഉണ്ടാകണോ? നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് കൺകുളിർമ ഉണ്ടാകണോ? പ്രാർത്ഥിക്കാൻ അള്ളാഹ് പറയണത്. നിങ്ങൾ തഖ്വയുള്ളവരുടെ ഇമാമിങ്ങളാകണോ? അള്ളാഹിനെ സൂക്ഷിക്കുന്ന ആളുകളുടെ മുൻനിരയിൽ നിൽക്കുന്നവരാകണോ നിങ്ങൾക്ക്? പ്രാർത്ഥിച്ചോളി. അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കാനാ പറഞ്ഞത്. ഈമാൻ കുറഞ്ഞു പോകും. ഈമാനെ പറ്റി പറഞ്ഞില്ലേ, ഈമാൻ യസീദു വയൻഖുസു, കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും. യസീദു ബിത്വാഅ, അള്ളാഹിനെ അനുസരിക്കുമ്പോൾ ഈമാൻ കൂടും. വയൻഖുസു ബിൽ മഅസിയ, അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുമ്പോൾ ഈമാൻ കുറയും. ഇപ്പൊ ഈമാനിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ കുറേ പരിശ്രമം നടത്താറുണ്ട്. പക്ഷെ ആ പരിശ്രമങ്ങൾക്ക് മുമ്പിൽ ആദ്യം ചെയ്യേണ്ട പണി എന്താണെന്നറിയോ? അള്ളാഹിനോട് ചോദിക്കലാണ്, അള്ളാഹിനോട് പ്രാർത്ഥിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം. നിങ്ങൾ അള്ളാഹുവിനോട് സലുല്ലാഹ, നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കണം. അയ്യുജദ്ദിദ ഈമാനക്കും ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഈമാനിനെ തജ്ദീദ് നടത്താൻ, പുതുക്കാൻ നിങ്ങൾ അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഈമാൻ എന്ന് പറയുന്നത് നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം പഴകുന്നത് പോലെ പഴകും. ഇത്ര സിമ്പിളായിട്ടാണ് ഈമാനിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. നിങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രം പഴകുന്നത് പോലെ, നുരുമ്പിക്കുന്നത് പോലെ. നമ്മളുടെ ശരീരത്തിൽ ഏറ്റവും ഒട്ടിക്കിടക്കുന്ന സാധനമാണ് വസ്ത്രം. ഈ വസ്ത്രം പഴകിയാൽ എത്ര നല്ല പൈസ കൊടുത്തതാണെങ്കിലും നമ്മൾ മാറ്റും, അല്ലേ? നമ്മൾ ആ ഡ്രസ്സ്, പഴയ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ട് പോവില്ല. ആളുകൾ എന്ത് വിചാരിക്കും എന്ന് പറയും. ഇനി ഒരേ പുതിയ ഡ്രസ്സാണെങ്കിൽ തന്നെ നമ്മൾ എന്നും അത് ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കും, ഈ ഒരു ഡ്രസ്സുകളും ചോദിക്കും. അപ്പം നമ്മൾ ഒന്നിൽ കൂടുതൽ ഡ്രസ്സ് ഉപയോഗിക്കും, ഇല്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമ നോക്കൂ. നിങ്ങളുടെ വസ്ത്രം നുരുമ്പിപ്പോകുന്നത് പോലെ, പഴകുന്നത് പോലെ നിങ്ങളുടെ ഈമാൻ പഴകും. അതുകൊണ്ട് അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം ഈമാനിനെ പുതുക്കി കിട്ടാൻ. അപ്പൊ ഈമാൻ നിലനിർത്തണമെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാകണം. അള്ളാഹു കൂടി നമ്മുടെ കൽബിൽ ഈമാൻ നിലനിർത്താൻ വിചാരിച്ചാലേ ഈമാൻ ഉണ്ടാവുള്ളൂ. നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ്ദു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ്ദു വനഈമൻ ലാ യൻഫദു വമുറാഫഖത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അലാ ജന്നത്തിൽ ഖുൽദ്. 3 കാര്യങ്ങൾ ചോദിച്ചു. 1 ഈമാനാണ്, 2 ദുനിയാവാണ്, 3 പരലോകമാണ്. ഈ 3 വാചകങ്ങൾക്ക് വേണ്ടി 2 സ്വഹാബികൾ മത്സരിച്ചിട്ടുണ്ട്. മുമ്പ് ഞാൻ ആ കഥ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൻ നിസാ മദീന പള്ളിയിൽ വെച്ചിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. 3 പേരും കൂടി ഒരുമിച്ച് പള്ളിയിലേക്ക് എത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൽ മാ തുഅത, നീ ചോദിച്ചോ, നീ ചോദിച്ചത് അല്ലാഹ് നിനക്ക് തരും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിക്കഴിഞ്ഞിട്ട് ചോദിച്ച 3 വരികൾ ഇതാണ്: അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ്ദു, അല്ലാഹുവേ മടങ്ങിപ്പോകാത്ത നഷ്ടപ്പെടാത്ത ഈമാൻ എനിക്ക് നീ നൽകണം. വനഈമൻ ലാ യൻഫദു, തീർന്നു പോകാത്ത അനുഗ്രഹം നീ എനിക്ക് നൽകണം. വമുറാഫഖത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അലാ ജന്നത്തിൽ ഖുൽദ്, ഉന്നതമായ സ്വർഗത്തിൽ എൻ്റെ നബിയോടൊപ്പം എനിക്ക് സഹവസിക്കാൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു മസ്ഊദ് നിനക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടി, നീ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടി. ചോദിച്ചത് ഏതാണെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ല. ആ സദസ്സ് പിരിഞ്ഞു. ഇബ്നു മസ്ഊദിന്റെ വീട്ടിലേക്ക് പോയി. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് യാത്രയൊക്കെ പറഞ്ഞ ഒരു വഴിക്ക് പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറിനോട് പറയാതെ യാത്രയും പറഞ്ഞ് മറ്റൊരു വഴിക്ക് പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു വഴിക്ക് പോയത് ഇബ്നു മസ്ഊദിന്റെ വീട്ടിലേക്കാണ്. ഈ പ്രാർത്ഥന ഏതാണെന്ന് ഇബ്നു മസ്ഊദിനോട് ചോദിക്കാനാണ്. നമ്മൾ പറയൂലേ, ചില ആളുകൾക്ക് പറയും, ഞാൻ റബ്ബിനോട് ചോദിച്ചു, ആ ചോദിച്ചത് ഇന്ന അള്ളാഹിൻ്റെ നാമങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചോദിച്ചത്, എനിക്ക് എന്നും റബ്ബ് ഉത്തരം തരുമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്നിട്ട് അയാളോട് ചോദിക്കും, നീ ഏത് നാമമാണ് റബ്ബിനെ വിളിക്കാനോ ഉപയോഗിക്കണത്, എന്നും നിനക്ക് ഉത്തരം കിട്ടുന്ന ആ നാമം ഏതാണ് നമ്മൾ ചോദിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹും രഹസ്യമായി 2 വഴിക്ക് പോയി എന്നാണ്. കാരണം ഇബ്നു മസ്ഊദിന് ഉത്തരം കിട്ടിയെന്ന് പറഞ്ഞ ദുആ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ. ഉമർ റളിയല്ലാഹു അൻഹു വളരെ വേഗത്തിൽ അവിടെ പോയിട്ടത് നേടിയെടുക്കാമെന്ന് വിചാരിച്ചങ്ങ് എത്തുമ്പോഴേക്കും ഇബ്നു മസ്ഊദിൻ്റെ വീട്ടിൽ നിന്ന് ദാ വരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് ഇബ്നു മസ്ഊദ് പറഞ്ഞത്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യാ അബൂബക്കർ ഇന്നക സബ്ബാകുൻ ഫിൽ ഖൈർ, ഇന്നക സബ്ബാകുൻ ഫിൽ ഖൈർ, നിങ്ങൾ നന്മയുടെ വിഷയത്തിൽ എത്ര മുന്നിലാണ് അബൂബക്കർ. ഞാൻ നിങ്ങളോട് പറയാതെ ഇത് ആദ്യം നേടിയെടുക്കാൻ വേണ്ടിയാണ് വേറെ വഴിക്ക് വന്നത്, പക്ഷെ നിങ്ങൾ എന്നെ കവച്ചു വെച്ചു, എന്നെ നിങ്ങൾ മുൻകടന്നു എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? നമ്മൾ ആലോചിച്ചു, മക്കയിലൊരു യൂസുഫ് അലി ആയിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കത്തുക,
വലിയ സമ്പന്നനാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മുടെ മുന്നിൽ ഒരു ഉപമ ഒരാൾ എടുത്ത എക്സാമ്പിൾ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. മക്കയിലെ ഒരു വലിയ സമ്പന്നനായ, ഇന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന രൂപത്തിൽ യൂസുഫ് അലിനൊക്കെ പോലെ വലിയ സമ്പന്നൻ, എന്നും യാത്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുമ്പോൾ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിലില്ല, യാത്ര പോയിരിക്കാൻ കച്ചവടത്തിന് വേണ്ടി. എന്നും ഈ ബിസിനസ്സിന് വേണ്ടി യാത്ര ചെയ്യുന്ന അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി 3 വരി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇബ്നു മസ്ഊദിന്റെ വീട്ടിൽ പോയിട്ട് ഇറങ്ങി വന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്.